ഇടതു വലത് പിടിവലിയിൽ മാറി മാറി ഭരണം പിടിച്ച നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഇത്തവണത്തെ മത്സരം കൂടുതൽ കനക്കും. വാർഡ് ഉപജനത്തിൽ 2 വാർഡ് കൂടിയ നെടുങ്കണ്ടത്ത് നിലവിൽ 24 വാർഡുകളിലാണ് മത്സരം നടക്കുന്നത്. 3 മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി കരുത്തെളിയിക്കുവാൻ പ്രചരണ പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 22 വാർഡുകളിൽ 14 ഇടങ്ങളിൽ വിജയിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ഭരണം നേടിയത്. കേരള കോൺഗ്രസ് എം ഉൾപ്പെട്ട മുന്നണിയിൽ വനിതാ പ്രസിഡന്റ് സ്ഥാനം CPM, CPI, കേരള കോൺഗ്രസ് എം ഘടകകക്ഷികൾ വീതിച്ചെടുത്തു. 2010 മുതൽ 2020 വരെ മൃഗീയ ഭൂരിപക്ഷം നേടി ഭരണം പിടിച്ച UDFന് ഉൾപോരും അപരന്മാരുമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിനയായത്. 3 വാർഡുകളിൽ 20-ൽ താഴെയായിരുന്നു LDFന്റെ ഭൂരിപക്ഷം. ശക്തമായ കെട്ടുറപ്പിൽ ഇത്തവണ പോരിനിറങ്ങുന്ന UDF 18-ലധികം സീറ്റുകൾ നേടി ഭരണം തിരികെ നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ്. കൂട്ടിച്ചേർക്കപ്പെട്ട 2 വാർഡുകൾ ഉൾപ്പെടെ 24 ഇടങ്ങളിലാണ് ഇത്തവണത്തെ പോരാട്ടം. UDF മുന്നണിക്കുള്ളിൽ കോൺഗ്രസ്, കേരള കോൺഗ്രസ് എന്നിവർ സ്ഥാനാർത്ഥികളെ കളത്തിൽ ഇറക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് UDFുമായി കലഹിച്ച് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. CPM 11, CPI 6, കേരള കോൺഗ്രസ് M 6, ജനാധിപത്യ കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് ഇടതുമുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനം. ചില വാർഡുകളിൽ SDPIയും ജനവിധി തേടുന്നുണ്ട്. നിലവിലെ അംഗങ്ങളിൽ ചുരുക്കം മെമ്പർമാർ മാത്രമാണ് ഇരുപക്ഷത്തും മത്സരിക്കുവാൻ ഇറങ്ങുന്നത്. എന്നാൽ ഇരുമുന്നണിയിലെയും മുൻ പഞ്ചായത്ത് വനിതാ പ്രസിഡന്റുമാർ തമ്മിൽ 10-ാം വാർഡിൽ ഇത്തവണയും ഏറ്റുമുട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അവസാന മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന അടിയൊഴുക്കുകളായിരിക്കും നെടുങ്കണ്ടത്തെ ഭരണം നിർണയിക്കുക. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.